സാധാരണ എല്ലാവരും ഇവരുടെ ഊണാണ് അടിപൊളി എന്നാണ് പറയാറ്. പക്ഷെ ഇവരുടെ ഊണിനെ പോലെ തന്നെ അടിപൊളിയാണ് ഇവരുടെ ബിരിയാണി. ഞങ്ങൾ ഇന്നുള്ളത് തൃശ്ശൂർ നല്ല വെറൈറ്റി ബിരിയാണി കിട്ടുന്ന ഒരു സ്പോട്ടിലാണ്. കോഴിമുട്ട തരുന്നത് കൊണ്ടാവാം കോഴി ബിരിയാണിയിൽ അവരൊരു മുട്ട വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കാട ബിരിയാണി ഒരു 2 കാടമുട്ടെങ്കിലും അവർക്ക് കാട ബിരിയാണിയിൽ വെക്കായിരുന്നു. വളരെ ചുരുക്കം സ്ഥലത്ത് മാത്രമേ കാട ബിരിയാണി നമുക്ക് കിട്ടുള്ളൂ. ഇവിടുത്തെ എല്ലാ ബിരിയാണിയും ഇവർ വാഴയിലാണ് സെർവ് ചെയ്യണത്. നല്ല ചൂട്ടോട് കൂടി ഈ വാഴയില അങ്ങോട്ട് തുറക്കുമ്പോഴും നല്ല സ്മെല്ല് വരും. കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ബിരിയാണി. ചിക്കനും കാടല്ലാണ്ട് ഞങ്ങൾ അവരുടെ ബീഫ് ബിരിയാണിയും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ എല്ലാത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ചിക്കൻ 65 ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് കുറച്ച് സബോളയും ഒരു പീസ് ചിക്കനും ബീഫും അച്ചാറും കച്ചമ്പറും എല്ലാമായി ഒരു പിടിപിടിക്കണം. സംഭവം ഒരു രക്ഷയില്ല. ഇതെല്ലാത്തിനും പുറമെ ഞങ്ങൾ അവരുടെ ഒരു കൊത്തു പൊറോട്ട ഓർഡർ ചെയ്തു. സാധാരണ കിട്ടുന്ന കൊത്തു പൊറോട്ട അല്ല, ചില്ലി ചിക്കൻ്റെ ഗ്രേവിയിലാണ് ഈ കൊത്തു പൊറോട്ട ഉണ്ടാക്കിയ കാരണം തന്നെ വേറെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് നമ്മളെ തൃശ്ശൂർ ചിറ്റിലപ്പള്ളിയിലുള്ള ഉണ്ണിയാപ്പ